ബി.ജെ.പിയുടെ 27 കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വിജയം ലഭിക്കുന്നത്. മോദിയുടെ കഴിവുകളിൽ അന്ധമായി വിശ്വസിക്കുന്നവർ പോലും ഇത്രയും സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടാതെ മോദി മുന്നിൽ നിർത്തിയായിരുന്നു ബി.ജെ.പി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. പ്രതിപക്ഷത്തിന് അതുകൊണ്ട് തന്നെ മോദിയായിരുന്നു പ്രധാന ലക്ഷ്യവും. 2012 വെറും 43 സീറ്റുമായി മൂന്നാം സ്ഥാനത്ത് ഒതുങ്ങിയ പാർട്ടി മോദിയുടെ തരംഗത്തിൽ ഒരു വ്യാഴവട്ടത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. 100-ലധികം റാലികളിൽ സംസാരിച്ച മോദി അവസാന ഘട്ടം നടന്ന വാരണാസി മണ്ഡലത്തിൽ നടന്ന റോഡ് ഷോയിൽ ജനങ്ങളെ ഇളക്കിമറിച്ചു. വികസനം മുന്നോട്ട് വെച്ച് തുടങ്ങിയ പ്രചരണം ഒരു ഘട്ടത്തിൽ വർഗീയ അജണ്ടയിലേക്ക് മാറ്റാനും ബി.ജെ.പിക്ക് സാധിച്ചു. ശ്മശാനവും ഖബറിസ്ഥാനും എന്ന വിവാദ പ്രസംഗത്തിലൂടെ മോദി ആഞ്ഞടിച്ചപ്പോൾ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണമാണ് യു.പിയിലുണ്ടായത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും താനൊരു അവിഭാജ്യ ഘടകമായിരിക്കുമെന്ന് മോദി ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. മോദിയെ അനുകൂലിക്കുന്നവരും മോദിയെ എതിർക്കുന്നവരും എന്ന നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയവും മാറുന്നു. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.